എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ +1 വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വർക്ക്, പിന്നെ നമ്മൾ സ്കെലാർ ഓർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് പഠിച്ചു, വർക്കിന്റെ ഡെഫിനിഷൻ പഠിച്ചു, പിന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്ക്, അതായത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, പിന്നെ ഇതിന്റെ എല്ലാ എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജീനെ പറ്റിയിട്ടാണ്. എനർജി തന്നെ നമ്മൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് പറയുമോ എനിക്കിന്ന് എനർജി ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്ന് എനിക്ക് നല്ല എനർജിയാണ്. അപ്പൊ കുറെ എനർജി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? നമുക്ക് കുറെ കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പറ്റും, അല്ലെ? ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബേസിക് ആയിട്ട് നമ്മുടെ ലോജിക്കലി അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സയൻസിലായാലും എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എബിലിറ്റി ടു ഡു വർക്ക്. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ പറയുന്ന വർക്കും എനർജിയും സയൻസിലെ സയന്റിഫിക് ടേം വർക്ക് എനർജിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പം എനർജിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ എബിലിറ്റി ഓർ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എനർജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എനർജിയും പിന്നെ നമ്മൾ കൈനറ്റിക് എനർജിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൈനറ്റിക് എനർജി ആൻഡ് വർക്ക് എനർജി തിയറം, ഇത് രണ്ടുമാണ് നമ്മുടെ ഡിസ്കഷൻ. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി എനർജി ഓഫ് എ ബോഡി ഇസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അപ്പൊ നമുക്കറിയാം എനർജി കപ്പാസിറ്റി ടു ഡു വർക്ക് ആണെങ്കിൽ ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, അല്ലെ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഒരു SI യൂണിറ്റ് വേണം. അപ്പം അതിന്റെ SI യൂണിറ്റ് എന്താണ്? നമ്മള് എനർജിന്റെ ഒരു യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, കാലറി, അല്ലെ? നമ്മൾ ഒരുപാട് ആൾക്കാർ പറയുന്ന സംഭവമാണ് എന്ത്? കാലറി. ഞാൻ ഇത്ര കാലറി കഴിച്ചു, ഇത്ര എക്സസൈസ് ചെയ്തിട്ട് ഇത്ര കാലറി ബേൺ ചെയ്തു എന്നൊക്കെ പറയുന്നേക്കാം, അല്ലെ? അപ്പൊ കാലറി എന്നുള്ളത് എനർജിന്റെ ഒരു യൂണിറ്റ് ആണ്. പക്ഷെ SI യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ജൂൾ. SI യൂണിറ്റ് ഓഫ് എനർജി എന്താണ്? ജൂൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും വർക്കിന്റെ യൂണിറ്റ് നമ്മൾ ജൂൾ എന്നല്ലേ പഠിച്ചത്? അതെ, വർക്കിന്റെ യൂണിറ്റ് നമ്മൾ ജൂൾ ആണ് പഠിച്ചത്. വർക്ക് ഡണും എനർജി എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ് എന്ത്? ജൂൾ. കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ് എന്ത്? എനർജി. അതിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ. ഇനി ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ഡയമെൻഷണൽ ഫോർമുല എങ്ങനെ എഴുതുക? നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്ത്? ഡയമെൻഷണൽ ഫോർമുല ഫോർ എനർജി ആൻഡ് വർക്ക് ആർ ദി സെയിം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും ഡയമെൻഷണൽ ഫോർമുല? ചെയ്ത് നോക്കൂ. നമ്മുടെ എനർജി ജൂള് ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എല്ലാവർക്കും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുമാണ് വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പൊ അവിടെ നമ്മൾ അത് ഡിറൈവ് ചെയ്തത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഡയമെൻഷണൽ ഫോർമുല അവിടെ ഡിറൈവ് ചെയ്തത്. അതേ ഡയമെൻഷണൽ ഫോർമുല ആയിരിക്കും എന്ത്? എനർജിക്കും വരിക. എനർജിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? mL² e⁻². ഇനി ഈ എനർജിയിൽ തന്നെ നമുക്ക് പല തരത്തിലുള്ള എനർജികൾ ഉണ്ട്, അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ പറയും മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? മെക്കാനിക്കൽ എനർജി നിങ്ങൾ 9th ഇതൊക്കെ കുറെ പഠിച്ചതാണ്, അല്ലെ? മെക്കാനിക്കൽ എനർജി ഇപ്പൊ എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്നുണ്ടാവും. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന രണ്ട് എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എന്താണ് ഈ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി possessed by a body by virtue of its motion. Moving objects will possess kinetic energy. കൈനറ്റിക് എനർജിനെ നമ്മൾ KE എന്ന് എഴുതും. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിനെ PE അല്ലെങ്കിൽ U എന്നുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിനെ U എന്നുള്ള ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പൊ എവറി മൂവിങ് ഒബ്ജക്ട് പൊസസ് കൈനറ്റിക് എനർജി. ഏതെങ്കിലും ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പം ഒരു ദിക്കിൽ ഇരുന്നിട്ടാണ് ക്ലാസ് കേൾക്കുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നില്ല, അല്ലെ? അപ്പൊ നമ്മൾ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്? കൈനറ്റിക് എനർജി ഇല്ല. നമുക്കൊരു വെലോസിറ്റി വേണം. ആ ഒബ്ജക്റ്റിന് ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൈനറ്റിക് എനർജി ഉള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏതൊരു മൂവിങ് ഒബ്ജക്റ്റിനും
കൈനറ്റിക് എനർജി ഉണ്ട് അല്ലെ. അപ്പം ഓടുന്ന കാറ്, ബസ്, എല്ലാ വാഹനങ്ങള്, പിന്നെ ഒഴുകുന്ന വെള്ളം, മൂവിങ് വാട്ടർ, ഫ്ലോയിങ് വാട്ടർ, മൂവിങ് വെഹിക്കിൾസ്, മൂവിങ് എയർ എന്ന് പറഞ്ഞാൽ വിൻഡ് അല്ലെ. അങ്ങനെ നമ്മുടെ ചുറ്റും എന്തൊക്കെ സാധനങ്ങളാണോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ കൈനറ്റിക് എനർജി ഉണ്ടാവും. അതേപോലെ നമുക്ക് ഇവിടെയും കൈനറ്റിക് എനർജിന്റെ യൂണിറ്റും എന്താണ്? ജൂൾ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജിന്റെ ഒരു കാറ്റഗറിയാണ്, ഒരു സ്പെഷ്യൽ എന്താ പറയാ, നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് എനർജീനെ തന്നെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട്. അപ്പം ഇതിന്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. ഇനി CGS സിസ്റ്റത്തില് നമ്മൾ ഈ പറയുന്നത് എനർജിക്ക് ബാധകമാണ്, വർക്കിന് ബാധകമാണ്, ഓക്കെ, കൈനറ്റിക് എനർജിക്ക് ബാധകമാണ്, പൊട്ടൻഷ്യൽ എനർജിക്ക് ബാധകമാണ്. ഈ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആണ്. ഓക്കെ, അപ്പം CGS സിസ്റ്റം എന്ന് പറയുന്നത് CGS സിസ്റ്റത്തില് എർഗ് ആണ്. ഓക്കെ, അപ്പൊ CGS സിസ്റ്റത്തില് എർഗ് ആണ് കൈനറ്റിക് എനർജിന്റെ യൂണിറ്റ്. അപ്പം ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി തന്നെയാണ്. ഇപ്പൊ ഡയമെൻഷണൽ ഫോർമുല mL²T⁻². ഇതാണ് എന്ത്? ഡയമെൻഷണൽ ഫോർമുല. ഇത് നമ്മൾ എങ്ങനെ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. ഓക്കെ, അപ്പൊ ഞാനൊരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യാണ്. ഈ ഒബ്ജക്റ്റ് ഇനീഷ്യലി റെസ്റ്റ് ആണെന്ന് വിചാരിക്കും. an object which is initially at rest എന്ന് പറഞ്ഞാൽ u is equal to 0. I am going to apply a force F. ഓക്കെ, ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ ഒബ്ജക്റ്റ് കുറച്ച് മൂവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുന്നിലുള്ള ടേബിള് നമ്മൾ തള്ളി മാറ്റി. അപ്പം എന്ത് പറ്റി? ടേബിളിന്റെ സ്ഥാനം ഒരു ദിക്കിന്ന് മറ്റേ ദിക്കിലേക്ക് മാറി അല്ലെ. അപ്പൊ ആ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ടോ? ആദ്യം അതെന്തായിരുന്നു? ആദ്യം അത് അനങ്ങാതിരിക്കുകയായിരുന്നു. അപ്പൊ അതിന് വെലോസിറ്റി ഇല്ല അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എത്രയായിരുന്നു അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് S എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം v² - u² = 2as. അപ്പൊ u എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് എഴുതാം v² = 2as, അല്ലെങ്കിൽ ആക്സിലറേഷൻ A = v² / 2s. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം. ഫോഴ്സ് F = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ എന്തെഴുതാം? നമുക്ക് ഈ എക്ക് പകരം നമ്മൾ v² / 2s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം m × v² / 2s. ഇനി ഇതിനെ നമ്മൾ m × v² / 2s ആണ് എന്ത്? ഫോഴ്സ്. അപ്പൊ നമ്മുടെ വർക്ക് ഡൺ എന്താണ്? നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പൊ അവിടെ വർക്ക് ഡൺ is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് നമുക്ക് എന്തറിയാം? അത് പോസിറ്റീവ് വർക്ക് ആണ് എന്നറിയാം. അപ്പൊ വർക്ക് ഡൺ is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? എഫിന് പകരം m v² / 2s multiplied by s. അപ്പൊ എന്ത് പറ്റും? എസും എസും ക്യാൻസൽ ആവും. നമ്മൾക്ക് കിട്ടും mv² / 2. ഈ വർക്ക് ഡൺ ആണ് എന്ത്? നമ്മുടെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². കൈനറ്റിക് എനർജി Ke is equal to ½ mv². അപ്പൊ നമുക്ക് പറയാൻ പറ്റും കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. Kinetic energy is directly proportional to the square of the velocity. ഓക്കെ, അപ്പം രണ്ട് രീതിയിലുണ്ട് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി പറയാൻ. അപ്പൊ ഇവിടെ രണ്ടും ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. മാസിനെയും ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിന്റെ സ്ക്വയറിനെയും ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇവിടെ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ദ കൈനറ്റിക് എനർജി ഓഫ് എൻ ഒബ്ജെക്ട് ബി നെഗറ്റീവ്? ആലോചിച്ച് നോക്കൂ. ക്യാൻ ദ കൈനറ്റിക് എനർജി ഓഫ് എൻ ഒബ്ജെക്ട് ബി നെഗറ്റീവ്? കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവാൻ പറ്റുമോ? നമ്മൾ വർക്ക് ഡൺ പഠിച്ചു, പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് കൈനറ്റിക് എനർജി
നമുക്ക് പറയാം വെലോസിറ്റി ഇല്ലെങ്കിൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇത് നെഗറ്റീവ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ആൻസർ നോ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി കനോട്ട് ബി നെഗറ്റീവ് ബിക്കോസ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. അപ്പൊ മാസ് എന്നുള്ള ഒബ്ജക്റ്റിന്റെ മാസ് എന്നുള്ള ഒരു സംഭവം നമുക്കറിയാം, മാസ് നെഗറ്റീവ് ആവില്ലല്ലോ, മാസ് നെഗറ്റീവ് ആവില്ല. വെലോസിറ്റി നെഗറ്റീവ് ആവാം, പക്ഷെ വെലോസിറ്റിന്റെ സ്ക്വയർ, ഏതൊരു ക്വാണ്ടിറ്റിന്റെ സ്ക്വയർ, ഇനിയിപ്പോ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പം കൈനറ്റിക് എനർജി കനോട്ട് ബി നെഗറ്റീവ് ബിക്കോസ് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി. അപ്പൊ ഇവിടെ ഈ ഡെറിവേഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. Finding out, derive, deduce an equation for finding the kinetic energy of an object moving with a velocity v എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിക്കാം. ഒന്നുകൂടി പറയാം, നമ്മൾ ആദ്യം ഒരു ഒബ്ജക്റ്റിനെ എടുത്തു, ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് അസ്യൂം ചെയ്തു. അതായത് ഒരു ഒബ്ജക്റ്റ്, സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ എടുത്തു, എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിനെ തള്ളിയപ്പോൾ എന്ത് പറ്റി, അതൊരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. അതിന് വന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എസ് ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എടുത്തു. അതിന് യു 0 ആയത് കാരണം ആക്സിലറേഷൻ വി സ്ക്വയർ ബൈ 2s എടുത്തു. പിന്നെ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. പിന്നെ വർക്കിന്റെ ഇക്വേഷനിൽ ഇട്ടു. വർക്കിന്റെ ഇക്വേഷനിൽ എടുത്തത് എന്താണെന്ന് കാരണം നമ്മളുടെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ എന്ന് പഠിച്ചു. കൈനറ്റിക് എനർജി കനോട്ട് ബി നെഗറ്റീവ് എന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറം ആണ്, വർക്ക് എനർജി തിയറം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ the work done by a force on a body is equal to the change in its kinetic energy. Work done on a body is equal to change in kinetic energy. ഇതാണ് എന്ത്, വർക്ക് എനർജി തിയറം. അപ്പൊ നമുക്ക് പറയാം, the theorem states that the work energy theorem states that the work done by a force on a body is equal to the change in its kinetic energy of the body. അപ്പൊ നമ്മൾ ഡെറിവേഷൻ ഇനി സിമ്പിൾ ആണ്. നമ്മുടെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റിന് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. നമ്മുടെ കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്തപ്പോ ഇനീഷ്യൽ വെലോസിറ്റി ഒബ്ജക്റ്റ് ആദ്യം അനങ്ങാണ്ടിരിക്കുന്നതായിട്ടാണ് അസ്യൂം ചെയ്തത് അല്ലെ. അപ്പൊ ഹിയർ ദ ഒബ്ജക്റ്റ് is already moving with an initial velocity u. A force F is applied on the object and it displaces the object through a distance of S. So after the application of the force, the object moves with a velocity v. മനസ്സിലായല്ലോ? രണ്ടാമത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ വെലോസിറ്റി v ആയി. അപ്പൊ എന്ത് പറ്റും, നമുക്കറിയാം v സ്ക്വയർ മൈനസ് യു സ്ക്വയർ is equal to 2as. A is equal to v square minus u square divided by 2s. ഇനി നമുക്ക് force F is equal to mass into acceleration, that's equal to m into acceleration. ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. v square minus u square divided by 2s. ഇനി work done is equal to, വർക്ക് ഡൺ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇത് പോസിറ്റീവ് വർക്ക് ആണ്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സ് എന്താണ്, എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2s മൾട്ടിപ്ലൈഡ് ബൈ എസ്. എസും എസും ക്യാൻസൽ ആവും. നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടും, എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എഴുതാൻ പോവാണ്, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഹാഫ് എം ബി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. നമുക്ക് കിട്ടുന്നത് എന്താണ്, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് എം ബി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഈ ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈനൽ കൈനറ്റിക് എനർജി. നമുക്ക് എഴുതാം കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.
work done by a force is equal to change in its kinetic energy. മനസ്സിലായല്ലോ? കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. അപ്പം ഇത്രയാണ് നമ്മുടെ വർക്ക് എനർജി തിയറത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കുകയാണ്, റിലേഷൻ ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ലീനിയർ മൊമെന്റം. അപ്പൊ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ മൊമെന്റം നമുക്കറിയാം, മൊമെന്റം P ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ രണ്ട് റിലേഷൻസ് ഇവിടെ എടുക്കുന്നത്? നമ്മൾ രണ്ട് റിലേഷൻസ് എടുക്കുന്നത് കൈനറ്റിക് എനർജിയിലും മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, മൊമെന്റത്തിലും മാസും വെലോസിറ്റി ഉണ്ട്. അപ്പൊ രണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ P ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പം കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി E ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി KE ഇസ് ഈക്വൽ ടു ഹാഫ് mv². അപ്പൊ ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ താഴെയും മുകളിലും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. m കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഓക്കെ, അപ്പൊ ഹാഫ് m/m, ചേഞ്ച് ഒന്നും വരുന്നില്ല, ഇൻറ്റു mv², എത്ര ചെയ്തിട്ടുള്ളൂ? മനസ്സിലായല്ലോ? ഹാഫ് ഇൻറ്റു m/m എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇക്വേഷന് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ സെയിം വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ മാറുന്നില്ല. അപ്പൊ m ക്യാൻസൽ ആയാൽ അത് 1 തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ഇക്വേഷൻ, നമുക്ക് ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം m കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ നമ്മൾ ഹാഫ് m ഇൻറ്റു m² v² ഡിവൈഡഡ് ബൈ m. അപ്പൊ ഇവിടെ എന്ത് വരും? ഹാഫ് ഇൻറ്റു m² v² എന്ന് പറഞ്ഞാൽ mv² ഡിവൈഡഡ് ബൈ m. അപ്പം ഹാഫ് ഇൻറ്റു mv എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം p² ബൈ m. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു p² ഡിവൈഡഡ് ബൈ 2m. ഇതാണ് നമ്മുടെ അടുത്ത റിലേഷൻ. കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ് ആണ്, ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജിയും മൊമെന്റും തമ്മിലുള്ള റിലേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ക്വിക്ലി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് എനർജി എന്താണെന്ന് പഠിച്ചു. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. പിന്നെ അതിന്റെ SI യൂണിറ്റ് പഠിച്ചു, ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു. പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫോംസ് ഓഫ് എനർജി, രണ്ട് ടൈപ്പ് ഓഫ് എനർജി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ എനർജി ടൈപ്സ് ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജി പൊസസ്ഡ് ബൈ എൻ ഒബ്ജെക്ട് വിച്ച് ഇസ് അണ്ടർ മോഷൻ. എനി മൂവിങ് ഒബ്ജെക്ട് പൊസസ് കൈനറ്റിക് എനർജി. അപ്പം കൈനറ്റിക് എനർജിയും ഒരു എനർജി തന്നെയാണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ജൂൾ ആണ്. CGS യൂണിറ്റ് വർക്കിന്റെ ആയാലും കൈനറ്റിക് എനർജിന്റെ ആയാലും പൊട്ടൻഷ്യൽ എനർജിന്റെ ആയാലും വെറുതെ നമ്മുടെ എനർജിയാണ് പറയണെങ്കിലും CGS യൂണിറ്റ് എർഗാണ്. ദെൻ ഡയമെൻഷണൽ ഫോർമുല ml² t⁻². പിന്നെ നമ്മുടെ ഡെറിവേഷൻ ആണ് കൈനറ്റിക് എനർജിന്റെ ഡെറിവേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഈ ഡെറിവേഷൻ എല്ലാം നന്നായിട്ട് പഠിക്കണം. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി. ഞാൻ ആദ്യം പറഞ്ഞു രണ്ട് തരത്തിലുള്ള എനർജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെക്കാനിക്കൽ എനർജി എന്നാണ് അതിനെ ജനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇക്വേഷൻസ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജീസ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ് ഇതുവരെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം ക്ലാസ് മിസ്സാവാതെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.